സോ ഇതിൽ നമ്മളിനി പ്ലാനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് എലിവേഷനും സെക്ഷനുമാണ് വരയ്ക്കേണ്ടത്. ആദ്യം നമ്മളിതിൽ സെക്ഷനാണ് വരയ്ക്കുന്നത്. അപ്പോൾ സെക്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലാനിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കണം. ഹൊറിസോണ്ടലായിട്ട് ആണ് സെക്ഷൻ ലൈനെങ്കിൽ നമ്മൾ ഈ പ്ലാൻ അതുമാതിരി അങ്ങോട്ട് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. വെർട്ടിക്കലാണ് സെക്ഷൻ ലൈനെങ്കിൽ എന്ത് ചെയ്യണം, പ്ലാനിനെ കോപ്പി ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് നമ്മളിതിൻ്റെ ലെയറുകൾ ഡയമെൻഷൻ ടെക്സ്റ്റും ലെയർ ഫ്രീസ് ചെയ്യാണ്. കോപ്പി ചെയ്യുമ്പോൾ അത് വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഇത് കോപ്പി ചെയ്യുന്നതിന് മുന്നേ നമുക്കതിൽ സെക്ഷൻ ലൈൻ വരയ്ക്കണം. ഒരു പി ലൈൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു സെക്ഷൻ ലൈൻ വരയ്ക്കുകയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള മാതിരി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനെല്ലാം കൊടുത്ത് വരയ്ക്കാം സെക്ഷൻ ലൈൻ്റെ ചിഹ്നമൊക്കെ. ഇവിടെ ഞാൻ ജസ്റ്റ് പോളി ലൈൻ ഉപയോഗിച്ചിട്ടൊരു ലൈൻ വരയ്ക്കുകയാണ്. ആ വിൻഡോ അതുമാതിരി ഡോറ് ലെഫ്റ്റ് സൈഡിൽ ചുമരും കട്ട് ചെയ്യുന്ന മാതിരിയാണ് അത് വരയ്ക്കുന്നത്. ഇനി ആ സെക്ഷൻ ലൈൻ അടക്കം നമ്മൾ എന്ത് ചെയ്യണം, ആ പ്ലാനിനെ റൈറ്റ് സൈഡിലേക്ക് കോപ്പി ചെയ്ത് വെക്കുകയാണ്. സോ കോപ്പി ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് തന്നെ മൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക, F8 ഓൺ ആക്കിക്കൊണ്ട്. അതിനുശേഷം ബാക്കി രണ്ട് ലെയറും ഓൺ ആക്കി കഴിഞ്ഞാൽ, അതായത് തോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മളുടെ ഡയമെൻഷൻ ചെയ്തത് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഇനി വേണ്ടത് ഇതിൻ്റെ ലെവൽസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലൈൻ ഉപയോഗിച്ചിട്ട് ഒരു ഗ്രൗണ്ട് ലെവൽ അത് വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഫിനിഷ്ഡ് ലെവൽ ഒരു 45 സെൻറ്റിമീറ്റർ കൊടുക്കുകയാണ്. 45 സെൻറ്റിമീറ്റർ ഓഫ് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലാബിൻ്റെ ബോട്ടം, അതായത് 300 സെൻറ്റിമീറ്റർ, പിന്നെ സ്ലാബിൻ്റെ തിക്നെസ് ഒരു 12 സെൻറ്റിമീറ്ററും. അത്രയാണ് ഇതിൽ ലെവൽ മാർക്ക് ചെയ്യണത്. ഇനി സെക്ഷൻ ലൈൻ എവിടെയാണോ കട്ട് ചെയ്തിട്ടുള്ളത് ആ ചുമരുകൾ മാത്രം നമ്മൾ പ്രൊജക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ബാക്കിയുള്ളിലെ എലിവേഷൻ ലൈൻ കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നീട് വരച്ച് ചേർക്കും. അപ്പോൾ എക്സ് ലൈൻ എടുക്കുക, വെർട്ടിക്കൽ ഓപ്ഷൻ എടുക്കുക, കട്ട് ചെയ്യുന്ന ആ ചുമരുകൾ, ബേസ്മെൻറ്റ് ഒന്നും പ്രൊജക്റ്റ് ചെയ്യേണ്ട, അത് നമുക്ക് പിന്നീട് വരച്ച് ചേർക്കാം. സോ അവിടെ ഡോറുണ്ട് എങ്കിലും ചുമര് കട്ട് ചെയ്തിട്ടാണ് ഡോറ് പോകുന്നത്, അതുകൊണ്ട് അതും വേണം. ഇനി ഇവിടെ ഈ 3 ചുമരുകൾ മാത്രമാണ് മുകളിലേക്ക് വരുന്നത്. ഓക്കെ. ഇനി ട്രിം കമാൻഡ് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ഫിനിഷ് ലെവലിൻ്റെ താഴോട്ടും സ്ലാബിൻ്റെ ബോട്ടം ലൈൻ അതിൻ്റെ മുകളിലേക്കും ഈ വാളുകൾ ആവശ്യമില്ല. അപ്പോൾ ട്രിം എടുക്കുന്നു, ആദ്യം പോയിട്ട് ആ 2 ബൗണ്ടറികളും സെലക്ട് ചെയ്യും. കട്ടിങ് എഡ്ജ് എന്ന് പറയും, അത് സെലക്ട് ചെയ്യുന്നു. എൻ്റർ ചെയ്തതിന് ശേഷം വേണ്ട ഭാഗങ്ങൾ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മാത്രമായിട്ട് പോയിക്കോളും. ഓക്കെ. ഇനി ഇതിന് ഫൗണ്ടേഷൻ കാര്യങ്ങളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ എടുത്തിട്ട് 3 സൈസിൽ വരയ്ക്കുന്നതാണ്. ഇപ്പോൾ ബേസ്മെൻറ്റ് 45 ഫൗണ്ടേഷൻ 60 അതുമാതിരി PCC 80 20 എന്ന് തീരുമാനിക്കുകയാണ്. സോ റെക്റ്റാങ്കിൾ എടുക്കുന്നു, ഡൈനാമിക് ഇൻപുട്ട് ഓണാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ക്ലിക്ക് ചെയ്യുക, 45,45 എന്നടിക്കുക. അതുമാതിരി തന്നെ റെക്റ്റാങ്കിൾ എടുക്കുക, 60,60 അടിക്കുക. അതുമാതിരി തന്നെ റെക്റ്റാങ്കിൾ എടുത്തിട്ട് 80 20. ഇത് നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. ഞാൻ ഇതിന് ഈ സൈസ് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇത് 3ഉം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബേസ്മെൻറ്റിൻ്റെ അടിയിൽ ഫൗണ്ടേഷൻ വെച്ചു, അതിൻ്റെ അടിയിൽ ഈ PCC വെച്ചു. അതിനുശേഷം അത് 3ഉം കൂടി മൂവ് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് നമുക്ക് വെക്കാം. 3 സ്ഥലത്ത് വെക്കാനുള്ളതുകൊണ്ട് കോപ്പി എടുത്തു, എൻ്റർ ചെയ്തു. ആ ടോപ്പിലത്തെ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തു. പക്ഷേ കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലത്ത് അവിടെ മിഡ് പോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെനു വരും. ആ മെനുവിൽ നിന്ന് മിഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എടുക്കുക. ഇത് ഓരോ സ്ഥലത്തും ആവർത്തിക്കുക. അടുത്ത സ്ഥലത്ത് കൊണ്ടുപോവുക, വീണ്ടും ഷിഫ്റ്റ് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ മെനു വരും. അതിൽ നിന്നും മിഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഇത് ആ 3 സ്ഥലത്തും വയ്ക്കുക.
ഇത്തരം നമുക്ക് ഒരു കൃത്യമായിട്ടൊരു മിഡില്ല, പക്ഷേ 2 എഡ്ജ് പോയിൻറ്റുകൾ, എൻഡ് പോയിൻറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന മെത്തേഡാണ് അത്. ഓക്കെ, ഇനി ഇതിൽ ചെയ്യാനുള്ളത് ലിൻഡൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡോറ്, വിൻഡോ, ഇത് രണ്ടുമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 2 നമുക്കവിടെ വരയ്ക്കണം. ഡോറിൻ്റെ സൈസ് ഹൈറ്റ് നോക്കിയാൽ മതി, 2 ടൺ ആണ്. അതുമാതിരി വിൻഡോയുടെ 140 ആണ്. അപ്പോൾ ആദ്യം 2 ടൺ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യും, ലിൻഡൽ മാർക്ക് ചെയ്യും. അപ്പോൾ താഴത്തുനിന്ന് 2 ടൺ ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിൻഡലിൻ്റെ ഹൈറ്റ് കിട്ടും. അതുമാതിരി തന്നെ അവിടുന്ന് 15 സെൻറ്റിമീറ്റർ ലിൻഡലിൻ്റെ ഹൈറ്റും അതിൽ മാർക്ക് ചെയ്യും. അതിനുശേഷം ആ ലിൻഡൽ മാത്രം അവിടെ നിർത്തുകയാണ്. ബാക്കി ഇടയിലുള്ള ലൈൻസ് എല്ലാം നമ്മൾ ട്രിം ചെയ്ത് കളയണം. അപ്പോൾ ഈ 2 റൈറ്റ് സൈഡത്തെയും ലെഫ്റ്റ് സൈഡത്തെയും കളയുന്നില്ല. നമുക്കവിടെ സൺഷെയ്ഡ് വരയ്ക്കാമെന്ന ഉദ്ദേശത്തിലാണ് തൽക്കാലം ലൈനുകൾ അവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഡോർ വരയ്ക്കുന്ന അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് അതിൻ്റെ മിഡിൽ നിന്ന് താഴോട്ട് ലൈൻ വരച്ചത് ഡോറായി. അതുമാതിരി തന്നെ വിൻഡോയ്ക്ക് വേണമെങ്കിൽ വീണ്ടും താഴോട്ട് 140 ഓഫ്സെറ്റ് ചെയ്യണം. 140 ഓഫ്സെറ്റ് ചെയ്ത് ട്രിം ചെയ്തിട്ട് മുന്നേ ചെയ്ത മാതിരി തന്നെ എന്ത് ചെയ്യാം, ഒരു ലൈൻ വരച്ചിടാം. ഇത് പ്ലാനിൽ വരച്ച മാതിരി തിക്നെസ്സൊക്കെ ആയിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഇത് സിമ്പിളായിട്ട് ഞാനിങ്ങനെ പോകുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി അവിടെ സൺഷെയ്ഡ് വരയ്ക്കുകയാണ്. അപ്പോൾ അതിന് താഴത്തുനിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ സ്ലാബിൻ്റെ തിക്നെസ്സും റൈറ്റ് സൈഡിലേക്ക് ഒരു 60 സെൻറ്റിമീറ്റർ പ്രൊജക്ഷനും. അപ്പോൾ അത് രണ്ടും ഓഫ്സെറ്റ്, ട്രിമ്മ് കമാൻഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇത് 2 സൈഡിലും സെയിം. ഒന്നുകിൽ അപ്പുറം വരച്ചിട്ട് ഇപ്പുറത്തേക്ക് മിറർ ചെയ്യാം. ഞാൻ പിന്നെ അത്ര വലിയൊരു പണിയല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേ വഴി തന്നെ ചെയ്യുകയാണ്. ലിൻഡൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലാബിൻ്റെ പ്രൊജക്ഷൻ, ഒരു 30 സെൻറ്റിമീറ്റർ പ്രൊജക്ഷനാണ് സ്ലാബിൻ്റെ കൊടുക്കുന്നത്. സോ അത് 2 സൈഡിലും 30 ഓഫ്സെറ്റ് ചെയ്യാം. ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിച്ച് എളുപ്പത്തിൽ പണി കഴിയും. ഓക്കെ, 2 സൈഡിലും 30 ഓഫ്സെറ്റ് ചെയ്യണം. ഫില്ലറ്റ് ഉപയോഗിച്ചിട്ട് 2 ലൈനുകളും ചെയ്യുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പാരപ്പറ്റ് വരയ്ക്കണം. ഞാൻ ജസ്റ്റ് വോളിൻ്റെ അതേ മുകളിൽ 20 തിക്നെസ് ആയിട്ട് തന്നെയാണ് പാരപ്പറ്റ് കാണിക്കുന്നത്. അതിൻ്റെ ഹൈറ്റ് നമ്മൾ ഓഫ്സെറ്റ് ചെയ്തു. അതിന് ശേഷം വലിയ പണിയൊന്നുമില്ല, ഒരു ലൈൻ മുകളിലേക്ക് വരയ്ക്കണം. അതിനെ താഴെ ഭാഗം ട്രിം ചെയ്യുക, 20 ഓഫ്സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേ കാര്യം തന്നെ റൈറ്റ് സൈഡിലും ചെയ്യാം. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇതേ പണി ചെയ്യുന്നത് എളുപ്പമാക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിതിനെ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റും. ഇനി അവ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ അത് വരയ്ക്കാം. ഇനി ഉള്ളിൽ ആ ഒരു ചുമര് മടങ്ങി പോകുന്ന അവിടെ ഒരു ലൈൻ. ഓക്കെ, സത്യത്തിൽ അത് അങ്ങനെ മടങ്ങി പോവുകയല്ല ചെയ്യുന്നത്. മുകളിലത്തെ ഭാഗത്തെത്തുമ്പോൾ ആ ഒരു പാരപ്പറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, തിരിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അങ്ങനെ ഒരു ലൈൻ വരച്ചത്. ഓക്കെ, ഇനി
ഇതിലൊരു ഫ്ലോർ ഫിനിഷും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ തൽക്കാലം PCC എന്ന രീതിയിൽ ഒരു 10 സെൻറ്റിമീറ്റർ താഴോട്ട് ഓഫ്സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് മുകളിലെ ബേസ്മെൻറ്റിൻ്റെ ലൈനുകളും കാര്യങ്ങളും എല്ലാം ട്രിം ചെയ്തിട്ട് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ PCC ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ടൈലിൻ്റെ തിക്നെസ് അങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ അത് കാണിക്കാം. ഓക്കെ, ഒരു 1:100 സ്കെയിലിൽ പ്രിൻ്റ് എടുക്കാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണില്ല. ഇനി ഉള്ളിൽ നിന്ന് കാണുന്ന ആ സെക്ഷൻ വരയ്ക്കുമ്പോൾ ഉള്ളിൽ എലിവേഷൻ രൂപത്തിൽ കാണുന്ന ലൈനുകളാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആ വിൻഡോ കാണും, അതുമാതിരി ആ ഡോറ്, ആ ഓപ്പണിങ് അതെല്ലാം അവിടെ കാണണം. അപ്പോൾ അത് താഴത്തുനിന്ന് എക്സ് ലൈൻ പ്രൊജക്റ്റ് ചെയ്യുക. ഇപ്പോൾ വിൻഡോ വരയ്ക്കുന്ന അവിടെ ലിൻഡലിൻ്റെ ഹൈറ്റ് ഉണ്ട്, സോ അവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. അതുമാതിരി തന്നെ അവിടെ നിന്ന് 140 ഓഫ്സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് വിൻഡോയിൽ നിന്നും താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ലൈൻ വരയ്ക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ശേഷം 4 കോർണറുകളും നമ്മൾ എന്ത് ചെയ്യണം, ഫില്ലറ്റ് ചെയ്യണം. ഫില്ലറ്റ് ചെയ്തതിന് ശേഷം വിൻഡോയുടെ ഫ്രെയിം 5 സെൻറ്റിമീറ്ററിൽ ഓഫ്സെറ്റ് ചെയ്യുക. ഞാനത് ഫ്രെയിം വരെ മാത്രമേ ഇതിൽ ഓഫ്സെറ്റ് ചെയ്യണുള്ളൂ. ഇനിയിപ്പോൾ വിൻഡോയുടെ ഷട്ടർ ഓഫ്സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഷട്ടറിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം സാധാരണ വേറെ ഏതൊരു ഓഫ്സെറ്റും ട്രിമ്മെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വെച്ചിട്ട് നമ്മുടെ ഐഡിയയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ 5 സെൻറ്റിമീറ്ററാണ് കൊടുത്തത്, ചുറ്റും 5 ഓഫ്സെറ്റ് ചെയ്തു, നടുവിൽ മിഡിൽ ലൈൻ വരച്ചുകൊണ്ട് 2.5 അങ്ങോട്ടും 2.5 ഈ മറ്റേ സൈഡിലേക്കും ഓഫ്സെറ്റ് ചെയ്തിട്ടാണ് അവിടെ 5 ഉണ്ടാക്കിയത്. ഓക്കെ, സോ ഒരു സിമ്പിളായിട്ടുള്ളൊരു വിൻഡോയുടെ എലിവേഷൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി അവിടെ ഡോറ് വരയ്ക്കാനുണ്ട്. അടുക്കളയിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഡോറാണ് കാണിക്കേണ്ടത്. അത് കാണിക്കാൻ ഇപ്പോൾ വിൻഡോ വരച്ച മാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യണു, ആ ഡോറിൻ്റെ വരയ്ക്കുന്നു, അത് ഫില്ലറ്റ് ചെയ്യണു. അതിന് ശേഷം 5 സെൻറ്റിമീറ്റർ ഫ്രെയിം ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ഡോറും ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു സെക്ഷൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഇതിലായിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ ഡയമെൻഷൻ കൊടുക്കുന്നത് ഹാച്ച്, ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ.